കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ മെറ്റീരിയൽസ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജില്ലാ കളക്ടർക്കെതിരെ UDF. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്ത കളക്ടർ സ്വന്തം കുറ്റം മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും UDF. ജില്ലാ കളക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും UDF നേതൃത്വം വ്യക്തമാക്കി. പേരാമ്പ്ര മെറ്റീരിയൽസ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് UDF ആക്ഷേപം. തൻ്റെ നേരെ വിരൽ ചൂണ്ടലും നടപടിയും വരുന്നു പറഞ്ഞപ്പോൾ തെറ്റു ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കളക്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനും തയ്യാറായിട്ടില്ലെന്ന് UDF ആരോപിക്കുന്നു. കൊയിലാണ്ടി പേരാമ്പ്ര മണ്ഡലങ്ങളിൽ ക്രമക്കേടിന് ശ്രമം നടന്നു എന്നാണ് UDFന്റെ പരാതി. 10 പേരാണ് മെറ്റീരിയൽസ് റൂമിൽ കയറിയത്. 3 മണിക്കൂർ എന്താണ് ഇവിടെ നടന്നതെന്നതിൽ സംശയമുണ്ട്. ആ സമയത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പരിശോധിക്കണം. സംഭവ സമയത്ത് കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യവും സംശയാസ്പദമാണ്. കളക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കളക്ടറാണ് ഇതിന് ശരിയായ മറുപടി പറയേണ്ടത്. ആ കളക്ടർക്കെതിരെ ഇനി നടപടിയുമായി മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിയമ നടപടിയിലൂടെ കളക്ടറുടെ ഈ മൗനം അല്ലെങ്കിൽ കളക്ടർ ഇതിൽ നടപടിയെടുക്കാത്തത് തീർച്ചയായും ഞങ്ങൾ ചോദ്യം ചെയ്യും. 8 മണ്ഡലങ്ങളിലെ VVPAT എണ്ണണമെന്നാണ് UDFന്റെ ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഓരോ ബൂത്തിലും സംശയകരമായ റിസൾട്ട് ഉണ്ടാകുന്ന പക്ഷം അവിടെ VVPAT എണ്ണണം എന്നുള്ള ഒരു ഡിമാൻഡ് ഞങ്ങളുടെ ബൂത്ത് കൗണ്ടിംഗ് ഏജന്റുമാർ ആ സ്ഥലത്ത് വെച്ച് തന്നെ അപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് ജില്ലാ കളക്ടറുടെ തെറ്റ് മറച്ചുവെക്കാനാണെന്നും UDF ആരോപിച്ചു. വരും ദിവസങ്ങളിൽ UDF നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഇതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും UDF ജില്ലാ നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.